Hello, welcome back to my channel. So please do subscribe, like and share to Hammu's Happy Talk. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടീനിയ ചെടികളുടെ വിത്ത് മുളപ്പിക്കലാണ്. എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടാകും ഇതെങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇത് 15 വർഷം പഴക്കമുള്ള ചെടികളാണ് കേട്ടോ. അപ്പോൾ ഇതിൽ മഴക്കാലമായി ഇപ്പോൾ കുറേ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയി. അപ്പോൾ കണ്ടോ കുറേ വിത്തുകളുണ്ട് ഇപ്പോൾ ഇതിന്. അതൊക്കെ ഞങ്ങൾ പതുക്കെ പാവിച്ച് റെഡിയാക്കി എടുത്ത് വെക്കുകയാണ്. കണ്ടോ വലിയ വലിയ വിത്തുകളൊക്കെ വന്നു തുടങ്ങി കേട്ടോ ഇപ്പോൾ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഉള്ളൊരു ഡൗട്ടാണിത്. അതാണ് ഇന്ന് കാണിക്കാൻ പോണത്. കണ്ടോ നമുക്ക് പൊട്ടിച്ചെടുക്കാം, ഒന്ന് നോക്കൂട്ടോ. പൊട്ടിച്ച് ദേ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത ചെടിയുടെ വിത്തുകളൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ അടുത്തൊരു വലിയൊരു ചെടി നമുക്ക് വേണമായിരുന്നു കേട്ടോ. വിത്ത് അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിലപ്പോൾ പുതിയൊരു ചെടി എൻ്റെ വിത്തും പൊട്ടിച്ചു. കണ്ടോ കുറേ വിത്ത് ഉണ്ടായിരുന്നു ഇതിൽ കേട്ടോ. അപ്പം നമുക്ക് ഇതാണ് അടീനിയ ചെടിയിൽ നിന്ന് കിട്ടിയ വിത്ത്. ആ വിത്ത് ഇപ്പോൾ ഒരു കായായിട്ടാണ് വന്നേക്കണത്. ആ കായ നന്നായി പൊളിച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള ആ വിത്തൊക്കെ എടുത്ത് അതിൻ്റെ തൊട്ടപ്പുറത്ത് 2 അപ്പൂപ്പൻ താടി പോലത്തെ സംഭവം ഉണ്ടാവും. അത് നന്നായി പറിച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് ഒരു പാത്രത്തേക്കായിട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ വിത്തുകളുടെ ഉള്ള അപ്പൂപ്പൻ താടി പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഒന്ന് പിച്ചി പൊളിച്ച് എല്ലാം കളഞ്ഞ് ഈ സ്റ്റെപ്പിലേക്കാക്കി മാറ്റാം. കണ്ടോ നമ്മൾ ഈ അപ്പൂപ്പൻ താടിയൊക്കെ ഒന്ന് മാറ്റി ഈ രൂപത്തിലാക്കി എടുക്കുകയാണ്. പിന്നെ പാത്രം എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അടിയിൽ ഓട്ടയുള്ള പാത്രം എടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ കെട്ടി നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഓട്ടയുള്ള പാത്രം എടുക്കണം എന്ന് പറയണത്. കണ്ടോ ഈ രൂപത്തിലാക്കി മാറ്റുക. ഇത് സാഫ് എന്ന് പറഞ്ഞൊരു പാക്കറ്റാണ് കേട്ടോ. ഇത് നമുക്ക് കടയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. കണ്ടോ അതും ഈ സീഡ്സുമായിട്ട് നന്നായി മിക്സ് ചെയ്ത്, ഇതെന്ന് പറഞ്ഞാൽ ബാക്ടീരിയ ഫംഗിസൈഡ്സ് പെസ്റ്റിസൈഡ്സ് ഒന്നും ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് ഈ സംഭവം ഉപയോഗിക്കുന്നത്. കണ്ടോ അപ്പോൾ നമുക്ക് സൈഡിലേക്ക് മാറ്റി വെച്ചൊരു ഇത് എടുത്ത് വെച്ച് അതിലേക്ക് നിറയെ മണ്ണൊക്കെ നിറയ്ക്കാം കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ കൊക്കോപീറ്റും സാധാരണ മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. ഇത് ഫുള്ളൊരു ബക്കറ്റ് എടുത്ത് ഈ ബ്ലൂ ഇതിലേക്ക് മാറ്റാം. കണ്ടോ എല്ലാ ഭാഗത്തേക്ക് നന്നായി ആക്കിയിട്ട് സീഡ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് വെതറി കൊടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് വെതറി കൊടുക്കാം. കണ്ടോ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തേക്കും എല്ലാ മുക്കും മൂലയും നടുക്കിലേക്കും ഒക്കെ ഒന്ന് വെതറി കൊടുക്കാം നല്ലോണം. കണ്ടോ നന്നായി വെതറി കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇനി ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ലാസ്റ്റ് നമുക്ക് കുറേ ഇങ്ങനെ മറ്റേ സാഫ് എന്ന് പറഞ്ഞ പൊടിയൊക്കെ ലാസ്റ്റ് വരും. അപ്പോൾ കുറച്ച് അതിൽ ഈ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് വേറെ വല്ല ചെടികൾക്ക് ഒഴിക്കാം കേട്ടോ, കേട് വരാണ്ടിരിക്കാൻ. അത് വേസ്റ്റ് ചെയ്യേണ്ട വെറുതെ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ഈ കൊക്കോപീറ്റും മണലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മണ്ണില്ലേ, നേരത്തെ അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് മാറ്റി വയ്ക്കാം. അത് അതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ആ സീഡ്സിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വെതറി കൊടുത്താൽ മാത്രം മതി. കൊണ്ടോ എല്ലായിടത്തേക്കും എല്ലാം ഒന്ന് മൂടണം കേട്ടോ. എല്ലാം ഒന്ന് മൂടാം, നന്നായി മൂടാം കേട്ടോ. അതിന് ശേഷം ജസ്റ്റ് ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് എല്ലായിടത്തേക്കും ഒന്ന് തെളിക്കുക. കണ്ടോ എല്ലായിടത്തേക്കും ഒന്ന് നന്നായി കപ്പിൽ വെള്ളം എടുത്ത് നന്നായി തെളിക്കുക. എല്ലായിടത്തേക്കും കുറച്ച് നേരം തെളിക്കുക കേട്ടോ. കാരണം രണ്ടാഴ്ച മാക്സിമം 2 ആഴ്ച കഴിഞ്ഞാൽ എല്ലാം പതുക്കെ എല്ലാം മുളച്ച് തുടങ്ങും കേട്ടോ. കണ്ടോ എല്ലായിടത്തേക്കും ഒന്ന് നന്നായി ആക്കാം. വീഡിയോ അപ്ലോഡ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.